അല്ല പിന്നെ കോസ്റ്റ്യൂംസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് സൂര്യജസ്കയാണ്. നേരത്തെ ഞാൻ ഇട്ടിരുന്ന റോസ് ഞങ്ങൾ ഇത്തവണ എടുത്തൊരു തീരുമാനമായിരുന്നു, എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സാണല്ലോ ഇടുന്നത്, ലൈക്ക് മാച്ചിങ് അല്ല. അപ്പോൾ ഞങ്ങൾ കോൺട്രാസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ നേരത്തെ മറ്റേ പിങ്കും പുള്ളിക്കാരി ഗോൾഡ് ഇത്തവണ നേരെ തിരിച്ചു. അപ്പോൾ എൻ്റെ ചെയ്തത് സൂര്യജസ്കയാണ്. ഫ്രണ്ട്സ് ഒക്കെ സജസ്റ്റ് ചെയ്തായിരുന്നോ ഈ കോസ്റ്റ്യൂമിനെ പറ്റി? എൻ്റെ ഒരു കോസ്റ്റ്യൂമ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ ഒരു ട്രൈ ഉണ്ടോ, ഒന്നുപോലും ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കല്യാണ ബ്ലൗസ് സാരി ഞാൻ ഇത് മറ്റേ ഫോട്ടോയിൽ കണ്ടാൽ സെലക്ട് ചെയ്തത്, കുറച്ച് തിരക്കുമായി, പിന്നെ എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു സജഷനും സത്യം പറഞ്ഞാൽ ആരോട് ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങ് പോകണം, ഒരു ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം ശരിയായി വരികയാണെങ്കിൽ നിങ്ങളും കുറേ നേരം വന്നിവിടെ വെളിയിൽ കാത്തു കെട്ടിയിരിക്കുകയായിരുന്നു തോന്നുന്നില്ല. സദ്യ കഴിഞ്ഞുണ്ടായിരുന്നു. നല്ല സദ്യയായിരുന്നു. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ചു. ഇവരോട് എന്താ പറയാനുള്ളത്? ശ്രീവിദ്യയോടും രാഹുലിനോടും ശ്രീവിദ്യയോടും രാഹുലിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ഹാപ്പി മാരീഡ് ലൈഫ്. എന്തായാലും നിങ്ങളെല്ലാവരും അവരുടെ സേവ് ദ ഡേറ്റും എല്ലാം കണ്ടു കാണുമല്ലോ. എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. അവരുടെ ഈ ഒരു സ്നേഹം ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്കിതയുടെ കല്യാണം ഉടനെ ഉണ്ടോ? ഉടനെ ശരി. നന്നായി പോകുന്ന പരിപാടിയാണ്. ഇത് സൗമ്യ അറിയായിരിക്കും. അത് നല്ല ലേഡീസ് റൂം. ഉണ്ട്. സൗമ്യ ഇപ്പൊ വേറെ പ്രൊജക്റ്റ് ചെയ്യുന്നു. എത്ര എപ്പിസോഡ് അതിപ്പോ അറൌണ്ട് 400 ഒക്കെ. അത്രയ്ക്കായില്ലേ?